Hello. Hi all. Good evening everyone. Welcome back to Manorama Horizon. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏത് ചാപ്റ്റർ ആയിരുന്നു? മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. സോ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, സോ സെക്കൻഡ് ചാപ്റ്റർ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബേസിക് ന്യൂമറിക്കൽസ് ആൻഡ് ഓൾസോ നമ്മൾ എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്കൊരു 2-3 മിനിറ്റ്സ് ബാക്കി എല്ലാവരും വരാൻ വെയിറ്റ് ചെയ്യാം, ഫ്രണ്ട്സ് വരാനൊക്കെ വെയിറ്റ് ചെയ്യാം. ഓക്കെ.
Welcome back to Manorama Horizon, and today, hi Neha. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ആണ്. So Neha, we will wait for some time. നമുക്ക് നെഹന്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻഫോം ചെയ്തോ ക്ലാസ്സിൽ കയറാൻ. Okay. So 2-3 minutes വെയിറ്റ് ചെയ്തിട്ട് we will start when your friends also join. Okay. So ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്തല്ലോ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതൊക്കെ മനസ്സിലായോ? ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ ക്യാൻ യു ജസ്റ്റ് പുട്ട് എ ഹായ് ഇൻ ചാറ്റ് ബോക്സ്? ആം ഐ ഓഡിബിൾ? നേഹ, ശ്വേത, ആം ഐ ഓഡിബിൾ? Okay, fine. You can see the screen also, right? So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തത്? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് നമ്മൾ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് റിലേറ്റഡ് പ്രോബ്ലംസും പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ആണ്. സോ മോഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ഇറ്റ്സ് ഫെയർലി ഈസി ഓൾസോ. മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കോൺസെപ്ച്വലി നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ. സോ ടുഡേ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. So today we are going to discuss about to revise the idea of motion and rest. ഇന്നത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലൈക്ക് നമ്മൾ റിവൈസ് ചെയ്യും. മോഷനും റെസ്റ്റും എന്ന് പറയുന്ന ഡിഫറെന്റ് കോൺസെപ്റ്റ് ഉണ്ട്. സോ വി വിൽ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു കോൺസെപ്റ്റ്. സോ വി വിൽ റീകളക്ട് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ റീകളക്ട് ചെയ്യും. ആൻഡ് ഓൾസോ റീകളക്ട് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. സോ ആ രണ്ട് കോൺസെപ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ ഇന്ന് നമ്മൾ റീകളക്ട് ചെയ്യും, റീകളക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ വി വിൽ ഡിസ്കസ് ന്യൂമറിക്കൽസ് ബേസ്ഡ് ഓൺ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. സോ സ്പീഡ്, ഈ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻലി നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, then speed is there, speed and velocity is another topic, and then acceleration. So ഇത്രയും ടോപ്പിക് ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഈ ടോപ്പിക്സിലെ പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ്, അതായത് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽസ് നമ്മൾ ഈ ടോപ്പിക്കിൽ, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ എല്ലാവരും പേനയും പേപ്പറൊക്കെ ആയിട്ട് എടുത്ത് റെഡി അല്ലേ? ലൈക്ക് യു ഗൈസ് ഹാവ്, ഇന്ന് നമ്മൾ കുറച്ച് അധികം ന്യൂമറിക്കൽസ് ചെയ്യും. സോ എല്ലാവരും കൂടെ തന്നെ ചെയ്യുക. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ന്യൂമറിക്കൽസും ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. ഓക്കെ. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ടു ആസ്ക് യു, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട്, എന്താണ് മോഷൻ? ഹായ് ഭദ്രൻ. സോ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇൻഫോം ചെയ്തായിരുന്നോ ക്ലാസ് തുടങ്ങിയ കാര്യം? യു ക്യാൻ ഇൻഫോം ദം ആൻഡ് ആസ്ക് ദം ടു ജോയിൻ ഓൾസോ. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, ലൈക്ക് വാട്ട് ഡു യു മീൻ ബൈ മോഷൻ? എന്താണ് മോഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഈസ് മോഷൻ? സോ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും അല്ലേ? ഈ ഫിഗറിനകത്ത് എന്താ ഉള്ളത്? ഒരു ബസ് സ്റ്റോപ്പ്, ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, ബസ് വരുന്ന ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, ആൻഡ് ബസ് ഈസ് കമ്മിങ്. ആൻഡ് രണ്ടാമത്തെ താഴത്തെ ഫിഗറിൽ എന്താ കാണുന്നത്? ബസ്സിനകത്തുള്ള ഒരു പിക്ചറാണ് താഴത്തെ ഫിഗർ കാണിച്ചേക്കുന്നത് അല്ലേ? സോ ഇവിടെ ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഒരാളെ കൺസിഡർ ചെയ്യാം. സോ ഈ നിൽക്കുന്ന ഒരാൾ, ലൈക്ക് ബസ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ബസ് ഈസ് കമ്മിങ് ടു ദ വെയിറ്റിംഗ് ഷെഡ്. വെയിറ്റിംഗ് ഷെഡിലോട്ട് ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ നിൽക്കുന്ന ഒരു പേഴ്സണെ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഫോർ ദിസ് മൊമെന്റ്. ഈ ഒരു മൊമെന്റിലത്തേക്ക് നമ്മൾ ഈ നിൽക്കുന്ന ഒരു പേഴ്സണെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ? സോ വാട്ട് ഹാപ്പൻ? ബസ്, ഈ നിൽക്കുന്ന ആൾക്ക് ബസ് ആളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യും അല്ലേ? ഓബിയസ്ലി ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആ ബസ് വെയിറ്റിംഗ് ഷെഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇയാൾക്ക് ബസ് മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും, ആണല്ലോ? ബസ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഹെർ. ഇനി നമുക്ക് ബസ്സിനകത്തുള്ള ഒരു സിനാരിയോ നമുക്ക് നോക്കി നോക്കാം. ബസ്സിനകത്ത് ഡ്രൈവർ ഉണ്ട് ആൻഡ് ഓൾസോ പാസഞ്ചേഴ്സ് ആർ ദയർ, റൈറ്റ്? സോ ബസ്സിനകത്തുള്ള സിനാരിയോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോ ഈ രണ്ട് പേഴ്സണെ, നമ്മൾ ഇരിക്കുന്ന രണ്ട് പേഴ്സണെ, അല്ലെങ്കിൽ ഓറൽ വി ക്യാൻ കൺസിഡർ ദിസ് പേഴ്സൺ, ലൈക്ക് ഈ ഇരിക്കുന്ന രണ്ട് പേഴ്സണെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക.
ഇവർ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇവർക്ക് പൊസിഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉള്ളതായിട്ട് തോന്നുമോ? ലൈക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് ആക്ച്വലി ഫോർവേഡ് ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ ഇവരും എന്താണ് ബസ്സിന്റെ കൂടെ തന്നെ നീങ്ങാൻ. അപ്പൊ ഈ ഒരു ലെറ്റ് us കൺസിഡർ ദിസ് ഈസ് ഈ പേഴ്സൺ ആസ് എ ആൻഡ് ദിസ് പേഴ്സൺ ആസ് ബി. സോ ഇപ്പൊ ബി നോക്കുമ്പോൾ ബി എനെ ഫ്രണ്ടിലോട്ട് നോക്കണം. സോ ബി നോക്കുമ്പോൾ ബിന്റെ ഫ്രണ്ടിലാണ് എ ഇരിക്കുന്നത്. സോ ദിസ് പേഴ്സൺ ഈസ് നോട്ട് മൂവിങ് അല്ലേ? ബസ് നീങ്ങുന്നുണ്ട്, പക്ഷെ ആ പേഴ്സൺ അയാളുടെ അടുത്തു നിന്ന് നീങ്ങി പോകുന്നില്ല. ആണല്ലോ? യെസ് ഓർ നോ? ഞാൻ ടൈപ്പ് ഇൻ ചാറ്റ് ബോക്സ്. ബി നോക്കുമ്പോ എ എന്ന് പറയുന്ന ആള് ആ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. ആ സീറ്റ് ആക്ച്വലി അവിടെ നിന്ന് ഇണങ്ങുന്നില്ല. ആണല്ലോ? സിമിലർലി എ എന്ന് പറയുന്ന ആള് നോക്കുമ്പോ എന്താ കാണുന്നത്? എ എന്ന് പറയുന്ന ആള് നോക്കുമ്പോ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാലും ബി ഈസ് ഓൾവേസ് ദെയർ. ബസ് എത്ര സ്പീഡിൽ മുന്നോട്ട് പോയാലും ബി, അതായത് തൊട്ട് ബാക്കിലിരിക്കുന്ന ആളുടെ പൊസിഷൻ ഒരിക്കലും മാറുന്നില്ല. ആണല്ലോ? സോ ഇവിടെയാണ് റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് വരുന്നത്. റെഫറൻസ് ഒബ്ജക്റ്റ്. സോ റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അത് കാരണം മോഷൻ, ഒരു ബോഡി മോഷനിലാണോ ഓറൽസ് ഒരു ബോഡി റെസ്റ്റിലാണോ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ റെഫറൻസ് ഒബ്ജക്റ്റ് ഓർ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വാട്ട് ഈസ് റെഫറൻസ് ഒബ്ജക്റ്റ് ഓർ റെഫറൻസ് പോയിന്റ്? അതായത് നമുക്ക് എ ബോഡി സെറ്റ് ടു ബി ഇൻ മോഷൻ. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസ് നമ്മൾ ഫസ്റ്റ് സിനാരിയോ പറഞ്ഞ എന്താ? ഫസ്റ്റ് സിനാരിയോയിൽ ഈ പേഴ്സൺ, നമുക്ക് ഈ ഒരു പേഴ്സണിനെ ലെറ്റ് us നെയിം ഇറ്റ് ആസ് സി ഓർ സം സി. ഓക്കെ. സോ ഫസ്റ്റ് കേസിൽ സി എന്ന് പറയുന്ന പേഴ്സണെ റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചുറ്റുപാട് നോക്കിയത്. സോ സി ഈസ് ദ റെഫറൻസ് പോയിന്റ്. സോ സിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബസ് ഈസ് കമ്മിങ് ടുവേർഡ് സി, അതായത് ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഐ എം ക്ലിയർലി ഓഡിബിൾ, റൈറ്റ്? ഓക്കെ. സോ സി എന്ന് പറയുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ബസ് ഈസ് മൂവിങ്. പക്ഷെ അതേസമയം ഇപ്പൊ നമ്മൾ ബസ്സിനകത്ത് സിനാരിയോ എടുത്താൽ വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്ന ആൾക്ക് ബി എന്ന് പറയുന്ന ആള് ഈസ് എ ട്രസ്റ്റ്. കാരണം എന്താ? ബാക്കിലെ സീറ്റ്, ബസ് നീങ്ങിയാലും ബാക്കിലെ സീറ്റ് ബസ്സിനോടൊപ്പം തന്നെയാണ് നീങ്ങുന്നത്. അപ്പൊ ഈ എ എന്ന് പറയുന്ന പേഴ്സൺ എത്ര ദൂരം നീങ്ങുന്നോ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് എന്താണ് ബി എന്ന് പറയുന്ന പേഴ്സണും കവർ ചെയ്യുന്നത്. സോ എ ഡസ് നോട്ട് ഫീൽ, എക്ക് ഫീൽ ചെയ്യത്തില്ല ബി നീങ്ങുന്നുണ്ട്. ഈവൻ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നിങ്ങൾക്കും ഇതേ സിനാരിയോ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോഴോ ബസ്സിൽ പോകുമ്പോഴോ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടി ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയാണല്ലോ. സോ ബസ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ രണ്ടുപേരും, ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും ഒരുമിച്ച് ഫേസ് ടു ഫേസ് നോക്കി നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ വ്യത്യാസം വരുന്നില്ലല്ലോ. സോ അവിടെ യു ഗൈസ് ആർ ദ റെഫറൻസ് പോയിന്റ്. അപ്പൊ ഇപ്പൊ എ ആണ് റെഫറൻസ് പോയിന്റ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പേഴ്സൺ ഈസ് എ ട്രസ്റ്റ്. സോ an object or an object is said to be in motion when it is changing the position. അതായത് മറ്റൊരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എന്ത്? റെഫറൻസ് പോയിന്റ്. ഇവിടത്തെ റെഫറൻസ് പോയിന്റ് എ ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു എ ബി അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ. സോ ദിസ് ഒബ്ജക്റ്റ് ഈസ് എ ട്രസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഹും? വിത്ത് റെസ്പെക്ട് ടു എ. പക്ഷെ സി നോക്കുമ്പോ എന്താ? സി നോക്കുമ്പോ അകത്തുള്ള ആൾക്കാരെല്ലാരും ഒരു സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ വിത്ത് റെസ്പെക്ട് ടു സി എന്ത് പറയാൻ പറ്റും? അകത്തുള്ള ഒബ്ജക്ട്സ് ഇൻക്ലൂഡിങ് ആ പാസഞ്ചേഴ്സും എന്താണ്? ഒരു പർട്ടിക്കുലർ സ്പീഡ്, ബസ്സിന്റെ അതേ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ റെഫറൻസ് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് എന്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? എ ബോഡി ഇൻ മോഷനും ഓൾസോ എ ബോഡി ഇൻ റെസ്റ്റ്. എ ബോഡി ഇൻ മോഷൻ ആൻഡ് ബോഡി ഇൻ റെസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് റെഫറൻസ് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്. സോ ബോഡി ഇൻ മോഷൻ ആണെന്ന് എപ്പോൾ പറയാൻ പറ്റും? whenever the position is changing with respect to reference point. പൊസിഷൻ ചേഞ്ച് ചെയ്താൽ എന്ത് പറയാൻ പറ്റും? ആ ബോഡി മോഷനിലാണ് എന്ന് പറയാൻ പറ്റും അല്ലേ? ആൻഡ് റെസ്റ്റിലാണെന്ന് പറയുന്നത് എപ്പോഴാ? വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പോയിന്റ്. ആ റെഫറൻസ് പോയിന്റിനെ വെച്ച് നോക്കുമ്പോൾ ദ പൊസിഷൻ ഈസ് നോട്ട് ചേഞ്ചിങ്. പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ. സോ അതാണ് എന്ത്? റെസ്റ്റ് എന്ന് പറയുന്ന കേസ്. ഓക്കെ. സോ ദീസ് ടു കണ്ടീഷൻ, മോഷൻ ആൻഡ് റെസ്റ്റ്, നമ്മൾ എപ്പോഴും ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ജനറൽ കേസിൽ നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ എർത്തിനെയാണ്. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? സോ ലെറ്റ് us move on to the other topic. സോ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന, യെസ്, സോ ആദിത്യ, യെസ്, ഓക്കെ, ഫൈൻ. സോ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. റെഫറൻസ് പോയിന്റ് എന്താണ്? റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണ്
മോഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. സോ നമ്മളിപ്പോൾ പറഞ്ഞു ലൈക്ക് ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. എങ്ങനെ? വിത്ത് റെസ്പെക്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് പറയാം ഒരു ഒബ്ജക്റ്റ് ഈസ് ഇൻ മോഷൻ ആൻഡ് ഇൻ അറ്റ് റെസ്റ്റ്. ഓൾസോ നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു അല്ലേ? ഈ രണ്ടും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവണം. സോ അതുകൊണ്ടാണല്ലോ ഇത് നമ്മൾ രണ്ട് കോൺസെപ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിപ്പോ നിങ്ങൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് കാണാൻ പറ്റും, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇസ് ദർ. സോ ഇമാജിൻ ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ. വിവേക്, ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ്. ഞാൻ ഈ പ്ലേ ഗ്രൗണ്ട്, ഈ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ബൗണ്ടറി കൂടെ ഞാൻ നടക്കാൻ തീരുമാനിച്ചു. സോ ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ദിസ് പോയിന്റ്. ഞാൻ ആദ്യം നേരെ മുകളിലോട്ട് നടന്നു. ആൻഡ് ദെൻ ഇവിടെ എത്തിയപ്പോൾ എന്താ, ഞാൻ റൈറ്റ് ടേൺ ചെയ്തു. ആൻഡ് ദെൻ അഗെയിൻ ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ്. ഓക്കെ, വാക്കിംഗ് കണ്ടിന്യൂ ചെയ്തു. വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും റൈറ്റ് തിരിഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ലൈക്ക് ഓപ്പോസിറ്റ് ഗോൾ പോസ്റ്റ് വരെ ഞാൻ എന്ത് ചെയ്തു, ബൗണ്ടറി കൂടെ വാക്ക് ചെയ്തു. ലൈക്ക് ത്രൂ ദ ബൗണ്ടറി ഞാൻ നടന്ന് തൊട്ടടുത്തുള്ള ഗോൾ പോസ്റ്റ് വരെ എത്തി. സോ ദിസ് ഈസ് മൈ ഫൈനൽ പൊസിഷൻ. നമുക്ക് ഇതിനെ ബി എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഈ സ്റ്റാർട്ടിംഗ് പൊസിഷൻ നമ്മൾക്ക് എ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഫൈനലി ഞാൻ എവിടെയാണ്? ഫൈനലി ഐ എം അറ്റ് ബി. ഫൈനലി ഐ എം അറ്റ് ഹിയർ അല്ലേ? സോ ഇപ്പൊ ഞാൻ കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ എത്ര ദൂരം നടന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലെറ്റ് us say ഇപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്കൊരു 50 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, ആദ്യം 50 മീറ്റർ ആൻഡ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഒരു 200 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യാം. ആൻഡ് അഗെയിൻ ഈ ഹാഫ് വേ ആണ്, ഫുൾ ഡിസ്റ്റൻസ് അല്ല. ആൻഡ് ദിസ് ഹാഫ് വേ ഡിസ്റ്റൻസ് അഗെയിൻ 50 മീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഐ എം ആസ്കിങ് യു എ ക്വസ്റ്റ്യൻ. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, ഓർ ഞാൻ എത്ര ദൂരം സഞ്ചരിച്ചു? എത്ര ദൂരമായിരിക്കും ഞാൻ ട്രാവൽ ചെയ്തേ? Can you please reply in chat box? ടോട്ടൽ ഞാൻ എത്ര ദൂരം സഞ്ചരിച്ചു? ഞാൻ എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നേരെ മുകളിലോട്ട് നടന്നു, ത്രൂ ദ ബൗണ്ടറി ആണ്, മുകളിലോട്ട് നടന്നു. ആൻഡ് ദെൻ ഐ റീച്ച് ദ പോയിന്റ് ബി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. 300 മീറ്റർ. അതെങ്ങനെ കിട്ടിയത് 300 മീറ്റർ എന്നുള്ളത്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ? സം ഓഫ് ഓൾ ദി ഡിസ്റ്റൻസ് ആണ് 300 എന്നുള്ളത്. സോ ഇനിഷ്യലി ഞാൻ ഇവിടെ 50 മീറ്റർ നടന്നു. ദെൻ ഐ വാക്ക്ഡ് 200 മീറ്റർ ത്രൂ ദിസ് ബൗണ്ടറി. ആൻഡ് അഗെയിൻ ഞാൻ എന്ത് ചെയ്തു, 50 മീറ്റർ വീണ്ടും നടന്നു. സോ ദ ടോട്ടൽ വിൽ ബി 300 മീറ്റർ. സോ 300 മീറ്റർ ആണ് ഞാൻ എന്ത് കവർ ചെയ്ത ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് കവേർഡ് ബൈ മീ. ഞാനിപ്പോ നടന്നപ്പോ എത്ര ടോട്ടൽ ദൂരമാണോ കവർ ചെയ്തത് അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് എ എന്ന് പറയുന്ന പൊസിഷനും ഉണ്ട്, ബി എന്ന് പറയുന്ന പൊസിഷനും. ആർക്കെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ആൻഡ് എത്ര ആയിരിക്കാം ഡിസ്പ്ലേസ്മെന്റ്? യാ, ഗോ ഓൺ. എത്ര ആയിരിക്കാം ഡിസ്പ്ലേസ്മെന്റ്? യെസ് ആദിത്യൻ, ഗുഡ്. യാ നിയ, ഓക്കെ. 0 is also there. Ashwin said 0, 100, 200. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇമാജിൻ ദാറ്റ് ഇപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു ലൈക്ക് ഒരു എന്താണ് ആദ്യം എ ടു ബി ആദ്യം ആരെത്തുമെന്ന് ഉള്ള ഒരു മത്സരം നടത്തുകയാണ്. സോ എൻ്റെ ഫ്രണ്ട് ആക്ച്വലി എന്ത് ചെയ്തു, ഫ്രണ്ട് അവൻ കുറച്ചുകൂടെ ലൈക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു പ്രോപ്പർ പാത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഏത് വഴി കൂടെ വേണമെങ്കിലും ഓടാം, പക്ഷേ യു ഹാവ് ടു റീച്ച് എ നിന്ന് ബിയിലോട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് എത്തണം, ഏറ്റവും വേഗം എത്താം. സോ എന്ത് ചെയ്തു, ഞാൻ ബൗണ്ടറി കൂടെ തന്നെ വാക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് മൈ ഫ്രണ്ട് സ്റ്റാർട്ടഡ് റണ്ണിങ് ഡയറക്ട്ലി ഫ്രം എ ടു ബി. അങ്ങനെ ആവുമ്പോൾ ആദ്യം ആരായിരിക്കും എത്തുന്നത്? ഓബിയസ്ലി എൻ്റെ ഫ്രണ്ട് ആയിരിക്കുമല്ലോ ആദ്യം എത്തുന്നത്. സോ ഇവിടെ ഞാൻ കവർ ചെയ്തത് ഡിസ്റ്റൻസ് ആണ്. അതായത് 2 പോയിന്റ്, ഇപ്പൊ 2 പോയിന്റ്സ് ആർ ദെയർ, എയും ഉണ്ട് ബിയും ഉണ്ട്. സോ ഈ 2 പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഇറ്റ് ഈസ് 300 മീറ്റർ അല്ലേ? പക്ഷെ അതേസമയം ഈ 2 പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എത്രയാ? സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്. സോ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 200 മീറ്റർ. സോ 200 മീറ്റർ ആണ് എന്തിവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. 2 പോയിന്റ്സ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ ക്ലിയർ ആണോ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? സോ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് 200 മീറ്റർ വന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. കാരണം എന്ന് ബിയിലോട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓക്കെ ഷാരോൺ. സോ നെക്സ്റ്റ് ഈസ്, നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ്, ഈ ടേബിൾ നിങ്ങൾക്ക് സ്നാപ്ഷോട്ട് ലൈക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ത്, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് രണ്ട് പോയിന്റ് തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വേറെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ദൂരത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഹാസ് എ ഡയറക്ഷൻ, എപ്പോഴും ഒരു ഡയറക്ഷനും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ കേസ് എടുത്താൽ, ഇപ്പൊ എയിൽ നിന്നും ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് എന്ത്, ലെറ്റസ് കൺസിഡർ, അറിയാലോ നോർത്ത് വെസ്റ്റ്, നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ ഡയറക്ഷൻ എങ്ങനെയായിരിക്കുന്നത്. സോ ദിസ് ഈസ് നോർത്ത്, ദിസ് ഈസ് ഈസ്റ്റ്, ദിസ് ഈസ് വെസ്റ്റ് ആൻഡ് ദിസ് ഈസ് സൗത്ത്. സോ എയിൽ നിന്നും നമ്മൾ ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് എന്ത്, ബിയിലോട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പോസിബിൾ അല്ലേ. പക്ഷെ ഞാൻ എങ്ങനെയാണ് മൂവ് ചെയ്തത്, ആദ്യം ഇനിഷ്യലി ഞാൻ 50 മീറ്റർ നോർത്തിലോട്ട് നടന്നു, ദെൻ റൈറ്റ് ടേൺ എടുത്ത് 200 മീറ്റർ ഈസ്റ്റിലോട്ടും, ദെൻ അഗെയിൻ ഞാൻ എന്ത് ചെയ്തു, 50 മീറ്റർ സൗത്തിലോട്ട് നടന്നു. സോ ഡിസ്റ്റൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഡയറക്ഷന്റെ ആവശ്യമില്ല, പക്ഷെ ഡിസ്പ്ലേസ്മെന്റിന് എപ്പോഴും ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വേറെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, അതായത് എത്രയാണോ, എത്ര ദൂരം നമ്മൾ ട്രാവൽ ചെയ്തു, മേ ബി 200 മീറ്റർ ആവാം, മേ ബി 400, അങ്ങനെ എത്ര ദൂരമാണുള്ളത് അത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസിനെ സിഗ്നിഫൈ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് രണ്ടിന്റെ യൂണിറ്റിൽ ഡിഫറൻസ് ഇല്ല, രണ്ടും എന്താണ്, യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ രണ്ടും മെഷർമെന്റ് ഓഫ് ലെങ്ത് ആണ്, ദൂരം. ഓക്കെ, സോ അതിന്റെ യൂണിറ്റ് എന്താണ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, ആണല്ലോ. സോ നൗ ലെറ്റ് us solve a problem. Rohan is walking to school. Rohan is walking to school. Initially Rohan walked 80 meter east, then he turned right and walked 50 meter. What is the distance from Rohan's home to school? So ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഡയറക്ഷൻസിന്റെ ഐഡിയ വേണം. നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻസിനെ കുറിച്ചൊരു ഐഡിയ ഉള്ളത് എപ്പോഴും നല്ലതാണ്. സോ ദിസ് ഈസ് നോർത്ത്, ആൻഡ് നോർത്തിന് റൈറ്റ് സൈഡ് ആയിരിക്കും എന്ത്, ഈസ്റ്റ് എന്ന് പറയുന്നത്, ആൻഡ് ദിസ് ഈസ് വെസ്റ്റ് ആൻഡ് ദിസ് ഈസ് സൗത്ത്. സോ ഇനിഷ്യലി നമുക്ക് അസ്യൂം ചെയ്യാം, ലൈക്ക് റോഹന്റെ വീട് ഈ സെന്റർ പോയിന്റിലാണെന്ന് അസ്യൂം ചെയ്താൽ ഇനിഷ്യലി റോഹൻ എത്ര ദൂരം നടന്നു, ഇനിഷ്യലി റോഹൻ വാക്ട് 80 മീറ്റർ ഈസ്റ്റ്. സോ ലെറ്റ് us assume that റോഹൻ is starting from point A. ഇതാണ് റോഹന്റെ വീട്. ഓക്കെ, A is റോഹന്റെ വീട്. സോ റോഹൻ വാക്ട് 80 മീറ്റർ ടുവേർഡ്സ് ദ ഈസ്റ്റ് സൈഡ്. സോ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് ദിസ് സൈഡ് 80 മീറ്റർ നടന്നു അല്ലേ. ആൻഡ് എന്ത് ചെയ്തു, റോഹൻ ടേൺ റൈറ്റ് ആൻഡ് വാക്ട് 50 മീറ്റർ. സോ ഇവിടെ നിന്ന് നേരെ നിൽക്കുകയാണ്, ആൻഡ് ദെൻ ടേൺ റൈറ്റ്. സോ ടേൺ റൈറ്റ് അഗെയിൻ വാക്ഡ് 50 മീറ്റർ, 50 മീറ്റർ നടന്നു. സോ ദിസ് ഈസ് ദ സ്കൂൾ. സോ ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം റോഹൻസ് ഹോം ടു സ്കൂൾ? റോഹന്റെ ഹോമും സ്കൂളും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സോ എനിവൺ, നോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആദ്യം, ഇറ്റ് ഈസ് എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് ആണ് റോഹൻ കവർ ചെയ്തത് ഫ്രം, യെസ്, വെരി ഗുഡ് ആസ്യ, വെരി ഗുഡ് ബാനം, ഇറ്റ് ഈസ് 130 മീറ്റർ, റൈറ്റ്. ഓക്കെ, അതെങ്ങനെയാ, അത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ്. സോ ഫ്രം എ ടു മേ ബി നമുക്ക് ഈ ഒരു പോയിന്റിനെ ബി എന്ന് പറയാം, ആൻഡ് ദിസ് ഇസ് സി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ റോഹൻ എ ടു ബി എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, 80 മീറ്റർ സഞ്ചരിച്ചു. ആൻഡ് ദെൻ ഫ്രം ബി ടു സി എത്ര ദൂരം സഞ്ചരിച്ചു, ഹി ട്രാവൽ 50 മീറ്റർ അല്ലേ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ, ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 80 + 50, 130 മീറ്റർ. സോ എല്ലാവർക്കും കറക്റ്റ് ആൻസർ അല്ലേ കിട്ടിയത്? ഓക്കെ, 80 + 50, ഗ്രേറ്റ്. സോ ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഇഫ് ഐ ആസ്ക് യു വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്രയാണെന്ന് പറയാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഇത് ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റ് ആക്ച്വലി ഈ ഒരു ലെങ്ത് ആയിരിക്കും എന്ത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, എ ടു സി. ഓക്കെ, സോ ഇത് ഒരു റൈറ്റ് ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക, ദിസ് ഈസ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ. സോ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്, എ ടു സി എന്ന് പറയുന്ന ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും. സോ ദിസ് ഈസ്
ഈ ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നതാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത്. ഓക്കെ നൗ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. കൺസിഡർ എ റെക്ടാങ്കുലർ പാർക്ക് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു റെക്ടാങ്കുലർ പാർക്ക് കൺസിഡർ ചെയ്യുക. ആൻഡ് ഇഫ് യു സ്റ്റാർട്ട് വാക്കിംഗ് ഫ്രം പോയിന്റ് എ, നമ്മൾ പോയിന്റ് എയിൽ നിന്ന് നടക്കാൻ തുടങ്ങി, ടു പോയിന്റ് സി. പോയിന്റ് സിയിലാണ് എന്ത്, ഫൈനൽ പൊസിഷൻ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ്? എത്ര ആയിരിക്കും ഡിസ്റ്റൻസ് കവർ ചെയ്തേക്കുന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ അതിന്റെ സബ്പാർട്ടായിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ, ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. അതായത് മുകളിലത്തെ കേസിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണോ ഈ ഒരു കേസിൽ? ഇഫ് നോട്ട്, കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താ, നമുക്ക് ഡിസ്റ്റൻസ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം പോയിന്റ് എ. നമ്മൾ പോയിന്റ് എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ഹാവ് റീച്ച്ഡ് പോയിന്റ് സി ആണ് ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം ലൈക്ക് ത്രൂ ഔട്ട് ദ പാർക്ക്, ഇത് പാർക്കിന്റെ വെളിയിൽ കൂടെ നമ്മൾ ജോഗ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ സോ എല്ലാവരും ആൻസർ ഇട്ട് തുടങ്ങിയിട്ടുണ്ടോ? വെരി ഗുഡ് 70 മീറ്റർ. അതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ സോ എ ടു ബി ആദ്യം എത്ര ഡിസ്റ്റൻസ് ആ ട്രാവൽ ചെയ്ത്? എ ടു ബി ഐ ട്രാവൽഡ് 40 മീറ്റർ അല്ലേ, 40 മീറ്റർ. ആൻഡ് ദെൻ ബി ടു സി ത്രൂ ദ ബോർഡർ ഓഫ് ദ പാർക്ക് ഞാൻ വീണ്ടും നടന്നപ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 30 മീറ്റർ ആണല്ലോ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ ഞാൻ എടുത്ത എത്ര? ഇറ്റ് ഈസ് ദ സം ഓഫ് ടു ഡിസ്റ്റൻസ്. എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസിന്റെയും സം ആണ് എന്ത്, ടോട്ടൽ ഡിസ്റ്റൻസ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 40 plus 30 which is equal to 70 meter. വെരി ഗുഡ്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഡിസ്റ്റൻസ്. ഈ ഒരു കേസിൽ, അതായത് ഇപ്പോൾ എയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ഐ റീച്ച്ഡ് സി. അപ്പൊ ഈ ഒരു കേസിൽ ഞാൻ 70 മീറ്റർ ട്രാവൽ ചെയ്തു എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത്. സോ ദിസ് ഈസ് ഡിസ്റ്റൻസ് അല്ലേ, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് 70 മീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ് ഈ ഒരു കേസ്. ഇസ് ഇറ്റ് യെസ് ഓർ നോ? ഈക്വൽ ആണോ അല്ലയോ? യെസ്, വെരി ഗുഡ്. എല്ലാവർക്കും 70 മീറ്റർ കിട്ടിയിട്ടുണ്ട് ആൻസർ. സോ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ഈക്വൽ ആണോ ഈ കേസിൽ എന്നുള്ളതാണ് ചോദ്യം. വാട്ട് ഡു യു തിങ്ക്? നോ. ജോഷുവ സെഡ് യെസ് ആൻഡ് ഓക്കെ ഫൈൻ. സോ നമുക്ക് നോക്കാം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഇവിടെ ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ സോ ഇനിഷ്യലി ഐ വാസ് അറ്റ് എ. ഞാൻ എയിലായിരുന്നു ഇനിഷ്യലി നിന്നിരുന്നത്. ദെൻ ഐ ട്രാവൽഡ് ടു സി. പിന്നെന്താണ്, സി ആണ് എന്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ എങ്ങനെയാ ഞാൻ സഞ്ചരിച്ചത്, ലൈക്ക് എങ്ങനെയാ ഞാൻ ട്രാവൽ ചെയ്തത്? ആദ്യം എ ടു ബി ത്രൂ ദിസ് ബോർഡർ ആണ് എന്ത് ഞാൻ ട്രാവൽ ചെയ്തത്. എ ടു ബി ട്രാവൽ ചെയ്തു. ദെൻ ബിയിൽ നിന്ന് എന്താ ഒരു റൈറ്റ് ടേൺ എടുത്തിട്ട് അഗെയിൻ ഞാൻ ബി ടു സി ട്രാവൽ ചെയ്തു. ഓക്കെ സോ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. 70 മീറ്റർ ആണ് നമുക്ക് ഡിസ്റ്റൻസ് എന്ന് കിട്ടി. നമ്മൾ നേരത്തെ പഠിച്ചു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ, രണ്ട് പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതായത് ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ്, ഏറ്റവും കുറഞ്ഞ ദൂരത്തിനാണ് എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഹൗ ക്യാൻ ഐ റീച്ച് ഹിയർ വെരി ക്വിക്ക്ലി? ഞാനിപ്പോ ഈ പാർക്കിന് ഡയഗണലായിട്ട് ഞാൻ നടക്കുകയാണെങ്കിൽ എനിക്ക് സി എന്ന് പറയുന്ന പോയിന്റിലോട്ട് വേഗം എത്താൻ പറ്റും. സോ ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ. സോ അങ്ങനെ വരുമ്പോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഈക്വൽ ആണോ? അല്ല, ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് നോട്ട് ഈക്വൽ ഇൻ ദിസ് കേസ് അല്ലേ. സോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് പാർക്ക് കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് 40 മീറ്റർ, ദിസ് ഈസ് പോയിന്റ് എ അല്ലേ, ദിസ് ഈസ് പോയിന്റ് ബി, ദിസ് ഈസ് പോയിന്റ്, ഫൈനൽ പോയിന്റ് ആണ് സി. ഓക്കെ സോ നമുക്ക് പാർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്കറിയാം. ദിസ് ഈസ് 30 മീറ്റർ. ആൻഡ് എ ടു സി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എ ടു സി എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. സോ ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എ ടു സി അല്ലേ. സോ എ ടു സി ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പൊ ഇത് നമുക്കറിയാം ലൈക്ക് പാർക്ക് ഒരു റെക്ടാങ്കുലർ പാർക്കാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ. സോ നിങ്ങൾക്കറിയാം ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഹൈപ്പോട്ടിന്യൂസ് ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, റൈറ്റ് ആണല്ലോ. സോ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാ? ഇറ്റ് ഈസ് 40 സ്ക്വയർ പ്ലസ് ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാ? 30 സ്ക്വയർ. സോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തായിരുന്നോ? ആക്ച്വലി ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ
യെസ്, ആദിത്യൻ 50 meter is the correct answer. നിങ്ങൾ ഹൈപ്പോട്ടിന് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പഠിച്ചിട്ടുണ്ടല്ലോ, ലൈക്ക് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഹൈപ്പോട്ടിനീസ്. സോ ദിസ് ഈസ് 50 meter ആണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് 70 meter. സോ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എന്താണ് ഡിഫറെന്റ് ആയിരിക്കും. ചില കേസുകളിൽ, അതായത് ഇപ്പോൾ ഒരു ബോഡി ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഓക്കെ, ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും സെയിം ആവുന്ന ഒരു കേസിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ബോഡി ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പൊ എ ടു ബി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ എ ടു ബിന്റെ ഡിസ്റ്റൻസ്, അതായത് ഇപ്പൊ ഒരു ബോഡി സ്റ്റാർട്ടഡ് ഫ്രം എ, ഒരു പോയിന്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബി വരെ എത്തി. സോ ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പൊ 50 meter ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇഫ് ഐ ട്രാവൽഡ്, ഞാനിപ്പോ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബി വരെ എത്തിയ ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഓബിയസ്ലി 50 meter അല്ലേ, ഈസി അല്ലേ, 50 meter ആണ്. അതേസമയം ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? അതും 50 meter ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ. സോ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എ ടു ബി. സോ അത് തന്നെയാണ് ഡിസ്റ്റൻസും, അത് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റും. ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. ഞാൻ എവിടെയും ടേണിംഗ് ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ഒരു 50 meter സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു. സോ ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ എന്താണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ഈക്വൽ. സോ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ മോഷന്റെ എക്സാമ്പിൾസ് എല്ലാം ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ക്ലിയർ ആണോ എങ്ങനെ 50 കിട്ടിയെന്ന്? ആക്ച്വലി സി ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. സോ നമ്മൾ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആംഗിൾ വിൽ ബി 90 degree. സോ ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിച്ചത്. ദിസ് ഈസ് നോൺ ആസ് ബേസ് ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ഹൈറ്റ്. ഈ ഒരു ലെങ്തിനെ ആൻഡ് ഈ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ ആണ്. സോ അതുകൊണ്ടാണ് 40 square plus 30 square എന്നുള്ള ഫോർമുല വന്നത്. സോ ദാറ്റ് 40 square നമ്മൾ 14ന്റെ സ്ക്വയർ ഇതിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ വി വിൽ ഗെറ്റ് ആസ് 14ന്റെ സ്ക്വയർ is 1600 and 13ന്റെ സ്ക്വയർ is 900. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ സം ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2500. സോ സ്ക്വയർ റൂട്ട് ഓഫ് 2500 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 50 meter, 50 ആണ്. സോ ദാറ്റ് ഈസ് വൈ ഹൗ വി ഗോട്ട് എന്ത് 50 meter എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മാത്തമാറ്റിക്സും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ മാത്തമാറ്റിക്സിലെ പൈത്തഗോറസ് തിയറം കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള കാൽക്കുലേഷൻ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് നമുക്ക് അടുത്ത കോൺസെപ്റ്റിൽ ഇത് ക്ലിയർ ആണോ? ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഡിഫറെന്റ് ആയിരിക്കും. ഈക്വൽ ആവുന്ന കേസ് ഏതാണ്? ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്ത ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ ദെൻ അവിടെ എന്താണ് ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അതല്ല, ഇപ്പൊ ഒരു ബോഡി ട്രാവൽ ചെയ്തിട്ട് ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മോഷന് പകരം എവിടെയെങ്കിലും വെച്ചൊരു ടേണോ ഒന്ന് തിരിഞ്ഞ് വേറെ ഡയറക്ഷനിലോട്ട് പോയി, അല്ലെങ്കിൽ ഒരു വളവ് വളഞ്ഞാൽ ദെൻ അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒരിക്കലും ഈക്വൽ ആവത്തില്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലോട്ട് പോകുന്നതിന് മുന്നേ സോ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. പ്രോബ്ലം ഈസ് എ സൈക്ലിസ്റ്റ് ഈസ് സൈക്ലിംഗ് ഇൻ എ സർക്കുലർ ട്രാക്ക്. ഒരു സൈക്ലിസ്റ്റ് സൈക്കിൾ ഔട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സർക്കുലർ ട്രാക്ക് ആണ്, ഒരു പ്രോപ്പർ സർക്കുലർ ട്രാക്കിൽ കൂടെ ഒരു സൈക്ലിസ്റ്റ് സൈക്കിൾ ഔട്ട് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സൈക്ലിസ്റ്റ് ഇഫ് ഹി സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് എൻഡ് അറ്റ് ദ സെയിം പോയിന്റ്? അതായത് ഇതാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് വിചാരിക്കുക, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ സൈക്ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ആണിത്. ലെറ്റ് us consider it as A. സോ ഈ സൈക്ലിസ്റ്റ് എന്ത് ചെയ്തു? സൈക്ലിസ്റ്റ് ഒരു റൗണ്ട് ഫുള്ള് ചവിട്ടി തിരിച്ചെവിടെ എത്തി? തിരിച്ച് എ എന്ന് പറയുന്ന പൊസിഷൻ, അതായത് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണോ അവിടെ തന്നെ തിരിച്ചെത്തി. വെരി ഗുഡ്, എല്ലാവർക്കും ആൻസർ അറിയാം. എഡ്രിൻ, ബിനോ, ആസിയ, വെരി ഗുഡ്. 0. ഓക്കെ, നമുക്കത് നോക്കാം എങ്ങനെയാണ് 0 കിട്ടിയെന്ന്. ശരി, എല്ലാവരും 0 എന്ന് ആൻസർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ഇവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണോ? ഇവിടുത്തെ
ആ സൈക്ലിസ്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും സൈക്ലിസ്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റും ഇവിടെ ഈക്വൽ ആണോ? യെസ് ഓർ നോ? ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈ ഒരു കേസിൽ ഈക്വൽ ആയിരിക്കും അല്ലയോ? നോ. ഓക്കെ, വെരി ഗുഡ്. അത് എന്തുകൊണ്ടാന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്. അപ്പൊ ശരിക്കും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, തിരിച്ച് അതേ പൊസിഷനിൽ തന്നെ എത്തി. സോ ആ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷൻ, അതായത് സ്റ്റാർട്ട് ചെയ്ത പൊസിഷനും എൻഡ് പൊസിഷനും ഒരേ പോയിന്റിലാണ്. അപ്പൊ അതിനർത്ഥം എന്താ? ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ഈക്വൽ ടു 0. കാരണം എന്താ? എന്തുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് 0 ആയത്? ഇനിഷ്യൽ പൊസിഷൻ, അതായത് സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തന്നെ തിരിച്ച് കറങ്ങി തിരിച്ചു വന്ന് സെയിം പൊസിഷനിൽ വന്നുകൊണ്ട് അവർ തമ്മിലുള്ള 2 പോയിന്റ് ആയി. അപ്പൊ ആ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ല ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. 0 മീറ്റർ, 0 ആണ് ഡിസ്പ്ലേസ്മെന്റ്. പക്ഷേ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? ഡിസ്റ്റൻസ് ഒരിക്കലും 0 അല്ല. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരം സൈക്കിൾ ചവിട്ടി എന്നുള്ളതാണ്. സോ ഇതിപ്പോ 6 റേഡിയസ് ഉള്ള ഒരു സർക്കിളിലേക്ക് കൂടെയാണ് ഈ സൈക്കിളിസ്റ്റ് സൈക്കിൾ ചവിട്ടിയതെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു റൗണ്ട് എടുത്ത് തിരിച്ച് എയിലെത്തി അല്ലേ? സോ ഇറ്റ് മീൻസ് ആ പെരിമീറ്റർ, ആ സർക്കിളിന്റെ പെരിമീറ്റർ ഫുള്ളും അയാള് സൈക്കിൾ ചവിട്ടി വന്നു. സോ 6 ഡിസ്റ്റൻസ് ആണെങ്കിൽ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ എത്രയാണ് നമുക്കറിയാം? 2πr ആണ്, ആണല്ലോ. സോ ഇതാണ് എന്ത്? ഇവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. പക്ഷെ അതേസമയം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0. 0 ആയതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? കാരണം ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എ ആണ്, അയാൾ ഫൈനലി റീച്ച് ചെയ്ത പോയിന്റ് തിരിച്ച് അതേ പോയിന്റ് തന്നെ വന്നതുകൊണ്ടാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് 0 ആയത്. ഓക്കെ, ക്ലിയർ അല്ലേ? അക്ഷയനി ഹാസ് എ ഡൗട്ട് ഐ ഗസ്. ഒന്നുകൂടെ പറയണോ ഇതേ ക്വസ്റ്റ്യൻ? സോ ഇതില് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് വേണം ഇത് ആൻസർ ചെയ്യാൻ. കാരണം ചോദിച്ചേക്കുന്ന എന്താ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൈക്ലിസ്റ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ് ആൻഡ് എൻഡ് അറ്റ് ദ സെയിം പോയിന്റ്. അതായത് സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിൽ തന്നെ ഒരു റൗണ്ട് അടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. സോ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പൊ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെ? ഇപ്പൊ എയും ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. എ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റും ബി എന്ന് പറയുന്ന നമ്മൾ എൻഡ് ചെയ്യുന്ന പോയിന്റ്, ഫൈനൽ പോയിന്റും ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഇവര് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? പക്ഷെ ഇവിടെ സൈക്ലിസ്റ്റ് ചെയ്ത എന്താ? എയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു, ഒരു റൗണ്ട് അടിച്ചു, തിരിച്ച് എയിൽ തന്നെ വന്നു നിന്നു. അതായത് എൻഡ് പോയിന്റും എ തന്നെയാണ്. സോ അത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അവിടെ ഡിസ്റ്റൻസ് ഇല്ല ആക്ച്വലി. സോ അതുകൊണ്ടാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് അവിടെ 0 ആയത്. പക്ഷെ സൈക്ലിസ്റ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് സൈക്ലിസ്റ്റ് ഒരു റൗണ്ട് ഫുള്ള് ആ സർക്കുലർ ട്രാക്കിൽ കൂടെ സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആവത്തില്ല. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ പെരിമീറ്ററിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. സോ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് കിടക്കാം, സ്പീഡ് ആൻഡ് വെലോസിറ്റി. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ നടക്കുന്നു, അതായത് ഇപ്പൊ നമ്മൾ ഒരു റണ്ണിങ് റേസിൽ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാവരും പല പല സ്പീഡിൽ ഓടുന്നത് കൊണ്ടാണ് റണ്ണിങ് റേസിലൊക്കെ ചില ആൾക്കാർ ഫ്രണ്ടിൽ പോകുന്നത്, ചില ആൾക്കാർ എന്ത് പിറകിലാവുന്നു. അത് നമ്മൾ പറയാറുണ്ടല്ലോ, ലൈക്ക് അയാൾക്ക് സ്പീഡ് കൂടുതലായിരുന്നു ഓടുന്നതിൽ, എനിക്ക് സ്പീഡ് കുറവായിരുന്നു. സോ സ്പീഡ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് എന്താ നോക്കാം. സ്പീഡ് അതായത് ഇവിടെ ആൾക്കാർ മോഷനിലാണ്, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ സെക്കൻഡിലും ഓരോ ദൂരം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ നമുക്ക് സ്പീഡിന്റെ ബേസിക് ഡെഫിനിഷൻ ഒന്ന് റീകോൾ ചെയ്യാം. സ്പീഡ് എന്താണ്? സ്പീഡ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അതായത് ഒരു സെക്കൻഡ്, ഒരു യൂണിറ്റ് ടൈമിൽ 1 മിനിറ്റ് ആവും, 1 സെക്കൻഡ് ആവും, 1 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് എന്ത്? സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം. വെരി ഗുഡ് ആദിത്യൻ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം. സോ നമുക്ക് സ്പീഡ്, എത്ര സ്പീഡിലാണ് ഒരാൾ സഞ്ചരിച്ചു എന്ന് കണ്ടുപിടിക്കാൻ അയാൾ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ടൈം കൊണ്ട് എത്ര ടൈമിലാണ് ആ ഡിസ്റ്റൻസ് കവർ ചെയ്തതെന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ്, അതായത് എത്ര ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. സോ വെലോസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം, അതാണ് എന്ത്? വെലോസിറ്റി. സോ ഈ ഒരു ഡിഫറൻസ് ആണുള്ളത്. അതായത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്ഷൻ ഉണ്ട്.
നമ്മൾ വെലോസിറ്റി ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഞാനിപ്പോ ഒരു റണ്ണിങ് റേസിൽ പങ്കെടുക്കുകയാണ്. സോ ഞാനൊരു മേ ബി ഒരു 10 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടുന്നത്. സോ അതിന്റെ യൂണിറ്റ് ഓഫ് ബോത്ത് സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെയാ വന്നതെന്ന് അറിയാലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണ്. അപ്പൊ അതൊരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. സോ അങ്ങനെയാണ് എന്ത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് വന്നത്. സോ ഞാനിപ്പോ ഒരു റണ്ണിങ് റേസിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് ഓടുന്നത്. സോ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. പക്ഷെ അതേസമയം എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ് ഞാൻ 10 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ദ സൗത്ത്, ഒരു ഡയറക്ഷനും കൂടി റെപ്രസെന്റ് ചെയ്ത ആ പറയുന്ന വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി ഓൾവേസ് ആസ് എ ഡയറക്ഷൻ. ഓക്കെ, സോ ഇതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ത് ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് ആൻഡ് വെലോസിറ്റി. സോ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം, ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അതായത് ഓരോ സെക്കൻഡിലും എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മൾ കവർ ചെയ്തെന്നുള്ളതാണ് എന്ത് സ്പീഡ് എന്ന് പറയുന്നത്. വേറെ വെലോസിറ്റി എന്ന് പറഞ്ഞാലോ നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, സോ നമുക്ക് രണ്ടുമൂന്ന് ന്യൂമറിക്കൽസ് ചെയ്ത് നോക്കാം റിലേറ്റഡ് ടു ദിസ് speed and velocity. So ഇവിടെ if an object is traveling through a rectangular path having dimension of 20 meter and 10 meter and reaches back at the starting point, time taken to complete one round is 15 seconds. So what is the speed of the object? അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു റെക്ടാങ്കുലർ പാത്ത് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു റെക്ടാങ്കുലർ പാത്ത് കൺസിഡർ ചെയ്തു ആൻഡ് റെക്ടാങ്കുലർ പാത്തിൽ കൂടെ ട്രാവൽ ചെയ്യാണ്. സോ റെക്ടാങ്കുലർ പാത്തിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഇത് 20 മീറ്റർ ആണ്, ദിസ് ഈസ് 10 മീറ്റർ അല്ലേ. ആൻഡ് റീച്ചസ് ബാക്ക് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ലൈക്ക് എ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ റെക്ടാങ്കുലർ പാത്തിൽ കൂടെ ട്രാവൽ ചെയ്ത് തിരിച്ച് അതേ പോയിന്റിൽ തന്നെ എത്തി എന്നാണ് എന്ത് പറഞ്ഞേക്കുന്നത്. സോ എ തന്നെ എത്തി എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര? എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? ഓക്കെ, എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്? ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 is coming ആദിത്യൻ 30. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റ് സെയിം ആണ് കേട്ടോ. അതായത് ഈ റെക്ടാങ്കുലർ പാത്തിൽ കൂടെ ഫുള്ള് കവർ ചെയ്തു, ഒരു റൗണ്ട് മൊത്തം കവർ ചെയ്ത് എ എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ആദ്യം 20 മീറ്റർ ട്രാവൽ ചെയ്തു, പിന്നെ 10 മീറ്റർ, പിന്നെ അഗെയിൻ 20 മീറ്റർ ട്രാവൽ ചെയ്തു, പിന്നെ അഗെയിൻ 10 മീറ്റർ ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് എ തന്നെ എത്തി. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര എന്നുള്ളത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. സോ ടോട്ടൽ ദൂരം കവർ ചെയ്ത് എത്ര? സം ഓഫ് ആ റെക്ടാങ്കുലർ പാത്ത് ആയിരിക്കും അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് ആ റെക്ടാങ്കുലർ പാത്ത് വിച്ച് ഈസ് 20 പ്ലസ് 10 പ്ലസ് അഗെയിൻ 20 മീറ്റർ സഞ്ചരിച്ചു, ദെൻ അഗെയിൻ 10 മീറ്റർ സഞ്ചരിച്ചു അല്ലേ. സോ ഹൗ മച്ച് ഇറ്റ് ഈസ്? 20 പ്ലസ് 20 40, 60 മീറ്റേഴ്സ് റൈറ്റ് ആണല്ലോ. സോ കറക്റ്റ് മനസ്സിലായോ ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത്? സോ 60 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ആൻഡ് തന്നിട്ടുണ്ട് ഈ 60 മീറ്റർ, അതായത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത ടൈം എത്രയാണ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 15 സെക്കൻഡ്സ്. ഓക്കെ, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ റൗണ്ട് ഈസ് 15 സെക്കൻഡ്സ്. സോ ടൈം ടേക്കൺ എത്ര തന്നേക്കുന്നത്? ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു 15 സെക്കൻഡ്സ് ആണല്ലോ. സോ വാട്ട് ഈസ് ദ സ്പീഡ്? സോ എല്ലാവർക്കും അറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈം. അതായത് എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത് പെർ യൂണിറ്റ് ടൈം. സോ സ്പീഡിന്റെ ഫോർമുല നമുക്ക് നോക്കിയാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര? ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 മീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ ടൈം എത്ര? ഇവിടെ 15 സെക്കൻഡ്. സോ 60/15 എത്രയാണ്? എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് എന്നുള്ളത്? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. യെസ്, വെരി ഗുഡ്. ആൻഡ് ഓൾസോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ എപ്പോഴും യൂണിറ്റും മെഷർമെന്റ് ആൻഡ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആ നമ്പറും യൂണിറ്റും തമ്മിൽ എപ്പോഴും ഒരു സ്പേസ് ഉണ്ടാവണം അല്ലേ. സോ ദിറ്റ് ഈസ് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് ഇവിടുത്തെ സ്പീഡ് എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്, ക്ലിയർ അല്ലേ? ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്താണ്? സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് ആണല്ലോ. സോ ഇവിടുത്തെ വെലോസിറ്റി എത്ര ആയിരിക്കും? വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഈ ഒരു കേസിൽ? എത്ര ആയിരിക്കും? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാമോ? ആൻഡ് യു ക്യാൻ ടൈപ്പ് ഇറ്റ് ഇൻ ചാറ്റ് ബോക്സ്. എത്ര ആയിരിക്കും വെലോസിറ്റി? വെലോസിറ്റി നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു. എങ്ങനെ നമ്മൾ വെലോസിറ്റിനെ ഡിഫൈൻ ചെയ്തേ?
വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത്? വെലോസിറ്റി കിട്ടുന്നത് ആണല്ലോ. സോ എന്റെ ക്വസ്റ്റ്യൻ, ഈ ഒരു കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു ഡിസ്പ്ലേസ്മെന്റ്? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു റെക്ടാങ്കുലർ പാത്ത് കംപ്ലീറ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് എ തന്നെ എത്തി അല്ലേ? സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? വെരി ഗുഡ് അനസ്. എല്ലാവരും എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്? എത്രയായിരിക്കും? ഇറ്റ് ഈസ് 0. ഗ്രേറ്റ്. അതെന്തുകൊണ്ടാണ് 0 ആയത്? തിരിച്ച് സെയിം പൊസിഷനിൽ തന്നെ എത്തി. അതായത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടോട്ട് തന്നെ തിരിച്ചെത്തിയത് കൊണ്ടാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് 0 ആയത് അല്ലേ? സോ അതുകൊണ്ട് തന്നെ എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ 0 മീറ്റർ പെർ സെക്കൻഡ്. 0 ആയിരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? വെരി ഗുഡ്, ഗ്രേറ്റ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത്? നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത്. വേറാസ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് ആസിക്ക്. ഓക്കെ ഫൈൻ. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ സ്പീഡ് കണ്ടുപിടിച്ചത് എല്ലാവർക്കും മനസ്സിലായല്ലോ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ എടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 + 10 + 20, വീണ്ടും 10 മീറ്റർ ട്രാവൽ ചെയ്തു. സോ 60 മീറ്റർ ആണ് ടോട്ടലി കവർ ചെയ്തത്. ഓക്കെ, സോ അതിനെ 15 സെക്കൻഡിലാണ് എന്ത്? 60 മീറ്റർ കവർ ചെയ്യാൻ എടുത്ത ടൈം. സോ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 60 മീറ്റർ ഡിവൈഡഡ് ബൈ 15, എടുത്ത ടൈം 15 സെക്കൻഡ് ആയതുകൊണ്ടാണ് എന്ത്? 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയത്. വേറാസ് നമ്മൾ വെലോസിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ, വെലോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ലൈക്ക് വെലോസിറ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് വെലോസിറ്റി കിട്ടുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഒരു 2 പോയിന്റ്, ഇനിഷ്യൽ സ്റ്റാർട്ട് ചെയ്ത പോയിന്റും എൻഡ് പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? സോ ഈ ഒരു കേസിൽ സ്റ്റാർട്ട് ചെയ്തത് എവിടെന്നാ? എ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് തിരിച്ച് എവിടെ എത്തി? തിരിച്ച് എ തന്നെ തിരിച്ചു വന്നു. സോ ഫൈനൽ എൻഡ് ചെയ്ത പോയിന്റ് എന്താണ്? എ തന്നെയാണ്. സോ അതുകൊണ്ട് ഈ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് പെർ ടൈം ആണ് വെലോസിറ്റി. സോ ഒബിയസ്ലി വെലോസിറ്റി വിൽ ഓൾസോ ബി ഈക്വൽ ടു 0. ഓക്കെ ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റ് യൂണിഫോം സ്പീഡ്. ഇപ്പൊ നമ്മൾ സ്പീഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇത് കാറ്റഗറീസ് ഓഫ് സ്പീഡ് ആണ്. അത് സ്പീഡിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തേക്കുന്നതാണ്. യൂണിഫോം സ്പീഡ് എന്നും പറയും, നോൺ യൂണിഫോം സ്പീഡ് എന്നും പറയും. സോ യൂണിഫോം സ്പീഡ് എന്താ? യൂണിഫോം സ്പീഡ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അതായത് ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്താൽ അതിന് നമ്മൾ എന്ത് പറയും? യൂണിഫോം സ്പീഡ് എന്ന് പറയും. വേറെ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാലോ, കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അതായത് ഇവിടെ ഇപ്പൊ 2 എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് യൂണിഫോം മോഷൻ. സോ ടൈം ഇപ്പൊ നമുക്ക് ഓരോ സെക്കൻഡിൽ, അതായത് രണ്ടുപേര് സൈക്കിൾ ഔട്ട് ആണ്. സോ ഫസ്റ്റ് സെക്കൻഡ് 0 to 1 സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തു. എത്ര 1 സെക്കൻഡ് അല്ല, മേ ബി നമുക്ക് 1 അവർ എടുക്കാം. സോ 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഞാനിപ്പോ മേ ബി ലൈക്ക് ഒരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചാൽ രാവിലെ. ആൻഡ് ദെൻ 12 മണിയായപ്പോൾ ഞാൻ 10 കിലോമീറ്റർ കവർ ചെയ്തു. ദെൻ 12 മണി തൊട്ട് 1 മണിയായപ്പോൾ ഞാൻ വീണ്ടും 10 കിലോമീറ്റർ സെയിം ഡിസ്റ്റൻസ് തന്നെ ഞാൻ കവർ ചെയ്തു. സോ എന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ഞാൻ ഒരേ സ്പീഡിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ മണിക്കൂറിലും 10 കിലോമീറ്റർ കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ നോൺ യൂണിഫോം സ്പീഡ്. നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താ? എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ തന്നെ സൈക്കിൾ ഔട്ട് ആണ്. സോ അവൻ 11 o'clock സ്റ്റാർട്ട് ചെയ്തു. രാവിലെ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞ് 12 മണിയായപ്പോൾ അവൻ എന്നെക്കാളും കൂടുതൽ ദൂരം കവർ ചെയ്തു. 20 കിലോമീറ്റർ അവൻ കവർ ചെയ്തു 1 മണിക്കൂറിൽ. ആൻഡ് അടുത്ത 1 മണിക്കൂർ 12 മണി തൊട്ട് 1 മണി വരെയുള്ള ടൈമിൽ അവൻ എൻ്റെ ഫ്രണ്ട് 5 കിലോമീറ്ററേ കവർ ചെയ്തുള്ളൂ. കുറച്ച് ദൂരം മാത്രമേ, അതായത് എന്നെക്കാളും കുറച്ച് ദൂരം കവർ ചെയ്തുള്ളൂ. മേ ബി എവിടെയെങ്കിലും പതുക്കെ ചവിട്ടി നല്ല റിലാക്സ് ചെയ്ത് ചവിട്ടിയതുകൊണ്ടായിരിക്കും ദൂരം കുറഞ്ഞത്. സോ ഇവിടെ ഓരോ മണിക്കൂറിലും ദൂരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവൻ ഫ്രണ്ട് കവർ ചെയ്യുന്ന ദൂരം കുറഞ്ഞുകൊണ്ടും കൂടിക്കൊണ്ടും ഇരിക്കുകയാണ്. സോ അതിനെയാണ് നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ ബസ്സിന് പോകുന്ന എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകണല്ലോ ബസ്സിന്. അപ്പൊ ബസ് എപ്പോഴും ഒരേ സ്പീഡിലാണോ സഞ്ചരിക്കുന്നത്? അതായത് വീട്ടിൽ നിന്ന് നമ്മൾ ബസ്സിൽ കയറിയാൽ സ്കൂൾ എത്തുന്നവരെ ഒരേ സ്പീഡിലല്ലല്ലോ പോകുന്നത്. കാരണം എന്താ? റോട്ടിൽ ട്രാഫിക് ഉണ്ട്, പല പല ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബസ്സിന്റെ സ്പീഡ് കുറയും കൂടും. അതായത് ഓരോ സമയത്തും
വ്യത്യസ്തമായിട്ടുള്ള ദൂരങ്ങളാണ് എന്ത് കവർ ചെയ്യുന്നത്. സോ അതിനെയാണ് നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. വേറെ യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരേ ദൂരം, അതായത് ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട്. ട്രെയിൻ ഈസ് ഓൾസോ അനദർ എക്സാമ്പിൾ. അശ്വിൻ പറഞ്ഞ പോലെ ട്രെയിൻ അനദർ എക്സാമ്പിൾ ആണ്. സോ യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരേ ടൈമിൽ ഒരേ ദൂരം, അതായത് നമ്മൾ സെയിം സ്പീഡിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നതിനാണ് യൂണിഫോം സ്പീഡ് എന്നും പറയുന്നത്. ഓക്കെ, സോ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. സോ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ടൈപ്പ് ഓഫ് സ്പീഡ് ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. അതായത് എത്ര ടോട്ടൽ ഡിസ്റ്റൻസ്, മേ ബി ഇപ്പൊ നമ്മൾ ട്രെയിനിന്റെ കേസ് എടുത്താൽ, അല്ലെങ്കിൽ ബസ്സിന്റെ ഒക്കെ കേസ്, നമ്മുടെ സ്കൂൾ ബസ്സിന്റെ ഒക്കെ കേസ് എടുത്താൽ, നമ്മൾ അതിന്റെ സ്പീഡ് പറയുന്നത് എപ്പോഴും ആവറേജ് സ്പീഡ് ആയിരിക്കും. കാരണം എന്താ, അതിന്റെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും നമ്മൾ പോകുന്ന ബസ്സിന്റെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് ട്രാഫിക് ഒന്നും ഇല്ലാത്ത ടൈം ആകുമ്പോൾ എന്താണ് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അപ്പൊ പിന്നെ ചില ടൈമിൽ ട്രാഫിക് കൂടുമ്പോൾ സ്പീഡ് കുറയും. സോ അങ്ങനത്തെ കേസിൽ ും നമ്മൾ എന്താ സ്പീഡിൽ പോകാൻ പറ്റും. ടൈപ്പ് ഓഫ് സ്പീഡാണ് ആവറേജ് സ്പീഡ്. അപ്പൊ അവിടെ നമ്മൾ ആവറേജ്, അതായത് ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് വീട്ടിൽ നിന്നും സ്കൂൾ വരെ എത്ര ഡിസ്റ്റൻസ് ടോട്ടലി കവർ ചെയ്തോ ആൻഡ് എത്ര സമയം എടുത്തോ ആ ഒരു സ്പീഡ്, അതിന്റെ റേഷ്യോനെയാണ് എന്ത് നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊരു ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ആവറേജ് സ്പീഡിന്റെ. ഇഫ് എ ബോഡി കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 10 മീറ്റർ ഇൻ ഫസ്റ്റ് 5 സെക്കൻഡ്. അതായത് ഇനിഷ്യലി ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ലെറ്റസ് നമുക്കൊരു ബസ് ഉണ്ടെന്ന് വയ്ക്കാം. സോ ആ ബസ് ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു. ആൻഡ് ദെൻ എന്താണ്, ആദ്യത്തെ 5 സെക്കൻഡിൽ ആ ബസ് 10 മീറ്റർ കവർ ചെയ്തു. ഓക്കെ, സോ ആദ്യത്തെ 5 സെക്കൻഡിൽ ആ ബസ് 10 മീറ്റർ കവർ ചെയ്തു. പിന്നെ അടുത്ത 15 സെക്കൻഡിൽ ആ ബസ് അടുത്ത 10 സെക്കൻഡിൽ ആ ബസ് 15 മീറ്റർ കവർ ചെയ്തു. ഓക്കെ, അതായത് ബസ്സിന്റെ സ്പീഡ് മാറുന്നുണ്ട്, ഒരേ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയല്ല, മേ ബി ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബസ്സിന്റെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആവറേജ് സ്പീഡ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്, അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, എത്ര ടൈമാണ് ടോട്ടൽ എടുത്തത്, ആ ടൈമാണ് എന്ത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എത്ര ഡിസ്റ്റൻസ് ആ ട്രാവൽ ചെയ്തത്? ഡിസ്റ്റൻസ് ആദ്യം 10 മീറ്റർ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞു, പിന്നെന്താണ്, പിന്നെ 15 മീറ്റർ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞു. സോ 10 + 15 is 25 മീറ്റർ, അല്ലേ? ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ്. എത്ര സെക്കൻഡിലാണ് ട്രാവൽ ചെയ്തത്? ആദ്യം എടുത്ത ടൈം, ആദ്യം 10 മീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര 5 സെക്കൻഡ് എടുത്തു. ആൻഡ് ദെൻ രണ്ടാമത് 15 മീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര സെക്കൻഡ് എടുത്തു? 10 സെക്കൻഡ് എടുത്തു. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 15 സെക്കൻഡ്സ് ആണ്, അല്ലേ? സോ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ആദ്യം 10 മീറ്റർ എടുത്തു, ദെൻ 15 മീറ്റർ എടുത്തു. സോ 25 ഡിവൈഡഡ് ബൈ 15, അല്ല ആണല്ലോ? ഇത് എത്ര കിട്ടുന്നത്? ദിസ് വിൽ ബി ഈക്വൽ ടു, നമ്മൾ റേഷ്യോ തന്നെ പറയുകയാണെങ്കിൽ 5/3. സോ ഇതാണ് ആവറേജ് സ്പീഡ്. അതായത് ഇത് ആവറേജ് സ്പീഡ് ഡിഫൈൻ ചെയ്യാനുള്ള കാരണം എന്താ? ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ ടൈമിലും വേറെ വേറെ സ്പീഡിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഓർ നമ്മുടെ ബസ് ട്രാവൽ ചെയ്യുന്നത്. സോ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താണ് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ആവറേജ് എടുക്കും. ഇത്രയും ദൂരം മൊത്തം എത്ര ടൈമിലാണോ കവർ ചെയ്ത് ആ ഒരു സ്പീഡ് ആയിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ആവറേജ് സ്പീഡ്. ഓക്കെ, ദെൻ ഈ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും പോലെ തന്നെ സിമിലർ കോൺസെപ്റ്റ് ആണ് എന്ത് യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. സോ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്പീഡിന്റെ അതേ ഡെഫിനേഷൻ ആണ്. അതായത് എ ബോഡി വിൽ ഹാവ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. യൂണിഫോം സ്പീഡിന്റെ കേസിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ് പറഞ്ഞത്. വേറെ യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ എന്താ, നമുക്കൊരു ചേഞ്ച് വരുന്നത്, വെലോസിറ്റി ഈസ് ഓൾവേസ് അസോസിയേറ്റഡ്, വെലോസിറ്റി എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. സോ ഈ കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അതായത് ഒരേ ഡയറക്ഷനിൽ തന്നെ സഞ്ചരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന് വ്യത്യാസം വരും, അല്ലേ? ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. സോ അതിനെയാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്.
അതേസമയം ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി, ലൈക്ക് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി അതിന്റെ സ്പീഡ് മാറ്റുകയോ അല്ലെങ്കിൽ സ്പീഡ് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ മാറോ, ഇപ്പൊ സ്ട്രെയിറ്റ് പോകുന്നതിന് പകരം സ്ട്രെയിറ്റ് പോയിട്ടൊന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് ഡിസ്പ്ലേസ്മെന്റിൽ ചേഞ്ച് വരും അല്ലേ. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവ്മെന്റിനെയാണ് എന്ത് പറയുന്നത്. അപ്പൊ ആ ബോഡി ഈസ് എക്സിക്യൂട്ടിംഗ് നോൺ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, സിമിലർ ടു യൂണിഫോം സ്പീഡ്. അതായത് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡിന്റെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, യൂണിഫോമിലാവുമ്പോൾ എന്താണ്, ഒരേ ഡിസ്റ്റൻസ്, അതായത് ഒരേ ടൈം, ഓരോ സെക്കൻഡിലും ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 10 മീറ്റർ ആണ് ഓരോ സെക്കൻഡിലും, ഒരു സെയിം ഡയറക്ഷനിൽ 10 മീറ്റർ ഓരോ സെക്കൻഡിലും കവർ ചെയ്തുകൊണ്ടിരുന്ന അതിനെ പറയുന്നത് യൂണിഫോം വെലോസിറ്റി എന്നും. ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, സ്പീഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യത്തെ സെക്കൻഡിൽ മേ ബി ഒരു 5 മീറ്റർ, ദെൻ രണ്ടാമത്തെ സെക്കൻഡിൽ ഒരു 10 മീറ്റർ ട്രാവൽ ചെയ്തു. സോ ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നതിനാണ് എന്ത് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ നമ്മൾ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും ഡിസ്കസ് ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ആവറേജ് സ്പീഡ് എന്നുള്ളത്. സോ ആവറേജ് സ്പീഡ് നമുക്ക് ഓൾറെഡി നമ്മളൊരു പ്രോബ്ലം ചെയ്തു. സോ ആവറേജ് സ്പീഡിന്റെ റിലേറ്റഡ് പ്രോബ്ലംസ് നോക്കുക. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. എന്താണ് ആവറേജ് സ്പീഡ് പറയുന്നത്? ഏത് കേസിലാണ്? ഒരു ബോഡി നോൺ യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് നമ്മൾ ആവറേജ് സ്പീഡ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. നോൺ യൂണിഫോം സ്പീഡിലാവുമ്പോഴാണ് ആവറേജ് സ്പീഡ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തോ അതേ ഡിവൈഡഡ് ബൈ എന്താണ് ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് എന്ത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആക്സിലറേഷൻ ആൻഡ് ഡീസലറേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഇതാണ് ലാസ്റ്റ് കോൺസെപ്റ്റ് ഇൻ മോഷൻ. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടേം ആണ്. ലൈക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ആക്സിലറേഷൻ എന്താണ്, ഡീസലറേഷൻ എന്താണെന്നുള്ളത്. സോ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്പീഡ് പെട്ടെന്ന് പതുക്കെ പോയിട്ട് പെട്ടെന്ന് ട്രാഫിക് ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ സ്പീഡ് കൂടുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് ഒരു ഇത് വരുമല്ലോ. സോ ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മോഷൻ അവിടെ എന്താ സംഭവിക്കുന്നത്? സ്പീഡിന് വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഓരോ സെക്കൻഡിലും സ്പീഡ് മാറിക്കൊണ്ടിരിക്കുക. സ്പീഡ് മേ ബി കൂടാം അല്ലെങ്കിൽ സ്പീഡ് കുറയാം. സോ സ്പീഡിൽ ചേഞ്ച് വരുമ്പോഴാണ് എന്ത് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വണ്ടികൾ ആദ്യം ഇനിഷ്യലി എപ്പോഴും വണ്ടികൾ എന്തായിരിക്കും റെസ്റ്റിലായിരിക്കും. സോ വണ്ടികൾ റെസ്റ്റിലായിരിക്കും, പതുക്കെ പതുക്കെ എന്താണ് സ്പീഡ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ സ്പീഡ് മാറുന്നതിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ ആക്സിലറേഷന്റെ നമുക്ക് ഡെഫിനിഷൻ നോക്കിയാൽ എന്താണ് നമുക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പൊ ഒരു ബസ് ഇനിഷ്യലി എല്ലാ വണ്ടികളും റെസ്റ്റിലായിരിക്കുമല്ലോ, എന്നിട്ട് നമ്മൾ കയറി ഇരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് എന്ത് വണ്ടികൾ മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ വണ്ടികൾ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കാറ്, ട്രെയിൻ, ബസ് എല്ലാത്തിനും പോകുമ്പോൾ സെയിം സ്പീഡിലല്ലല്ലോ ഒരിക്കലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ചേഞ്ച് ഇൻ സ്പീഡിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്ക് രണ്ട് കോൺസെപ്റ്റ്, ഇപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് ടേംസ് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേത് ഇനിഷ്യൽ വെലോസിറ്റി, രണ്ടാമത്തെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്ന ടേം. സോ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന വെലോസിറ്റിനെയാണ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ബോഡി എൻഡ് പൊസിഷനിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി. സോ രണ്ട് കേസാണ് നമ്മളിവിടെ പറയുന്നത്. വെൻ ദ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, അതായത് ഒരു ബോഡി റെസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടുണ്ടാവില്ല. സോ റെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബോഡിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും നമ്മൾ 0 ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ഇനിഷ്യൽ വെലോസിറ്റി 0 ആയത്? കാരണം ആ ബോഡി നീങ്ങുന്നില്ലായിരുന്നു, ആ ബോഡി വാസ് അറ്റ് റെസ്റ്റ്. സോ നമുക്ക് പ്രോബ്ലംസ് തരുമ്പോൾ, അതായത് എക്സാമിന് പ്രോബ്ലംസ് വരുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ബോഡി റെസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് മോഷൻ ഇല്ലാത്ത സ്റ്റേറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇഫ് എ മൂവിങ് ബോഡി, അതായത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡി കംസ് ടു റെസ്റ്റ് എന്നാണ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്തേക്കുന്നതെങ്കിൽ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇഫ് എ മൂവിങ് ബോഡി കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫൈനൽ വെലോസിറ്റി, അതായത് ആ മൂവിങ് ബോഡി എൻഡ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയാണ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എത്ര ആയിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. സോ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും എപ്പോഴും ഒരു വാല്യൂ തന്നിട്ടുണ്ടാവണം എന്നുണ്ടാവില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചയക്കണം. ഇപ്പൊ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും 0 ആയിട്ട് എടുക്കും. അതേസമയം ബോഡി കംസ് ടു റെസ്റ്റ്, ഒരു മൂവ് ചെയ്യുന്ന ബോഡി കംസ് ടു റെസ്റ്റ്, അതായത് റെസ്റ്റിലോട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഫൈനൽ വെലോസിറ്റിനെയാണ് എന്ത്
സീറോ എന്ന് എടുക്കുന്നത്, സീറോ എന്ന് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ബോഡീനെ നമ്മൾ മുകളിലോട്ട് എറിയാണ് ഡയറക്ട്ലി. സോ നമ്മളിപ്പോൾ ഒരു ഫുട്ബോളോ ഒരു ക്രിക്കറ്റ് ബോളോ എടുത്ത് നമ്മൾ മുകളിലോട്ട് എറിഞ്ഞാൽ അത് മുകളിലോട്ട് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കും? ഇല്ലല്ലോ. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് താഴോട്ട് വരും അല്ലേ? സോ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ അവിടുത്തെ വെലോസിറ്റി, അതായത് ഒരു ബോൾ എറിഞ്ഞാൽ ഒരു പോയിന്റിൽ അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും, എന്നിട്ടാണ് തിരിച്ച് താഴോട്ട് വരുന്നത് അല്ലേ? സോ വെലോസിറ്റി അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സീറോ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ രണ്ട് കൺസിഡറേഷൻ, ഈ രണ്ട് അസംഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എല്ലാ വെലോസിറ്റിന്റെയും വാല്യൂ തന്നിട്ടുണ്ടാവില്ല. സോ ഈ ഒരു ഇത് വെച്ചിട്ട് വേണം നമ്മൾ വാല്യൂസ് സെലക്ട് ചെയ്യാൻ. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ആൻഡ് ആക്സിലറേഷൻ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ആക്സിലറേഷൻ ഡിഫൈൻ ചെയ്യാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. സോ ആക്സിലറേഷൻ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് എ ബോഡി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ ആണ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ബോഡീന്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആ ബോഡീന്റെ ഫൈനൽ വെലോസിറ്റി നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് വി എന്ന് പറയുന്ന ലെറ്ററും മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി, ആ ബോഡീന്റെ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് യു എന്ന് പറയുന്ന ലെറ്റർ ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, അതായത് ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എടുത്ത സമയമാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ ആക്സിലറേഷൻ എ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എ ഈസ് നത്തിങ് ബട്ട് വി മൈനസ് യു ബൈ ടി. ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ഓക്കെ, സോ ഇതാണ് ആക്സിലറേഷന്റെ ഫോർമുല. സോ ഈ ഒരു കേസിൽ വി എന്ന് പറയുന്നത് എപ്പോഴും ഫൈനൽ വെലോസിറ്റി ആണ്, ആൻഡ് യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. സോ എല്ലാ കേസിലും വിയും യുവും നമുക്ക് സ്പെസിഫിക്കലി തന്നിട്ടുണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ രണ്ട് അസംഷൻസ് നമ്മൾ എടുക്കുന്നത്. അതായത് ബോഡി റെസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ എന്ത്? ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് സീറോ ആയിട്ട് എടുക്കും. ആൻഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡി റെസ്റ്റിൽ വരികയാണെങ്കിൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി തന്നെയാണ് നമ്മൾ എന്ത്? സീറോ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് നമുക്കപ്പോൾ അത് റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആൻഡ് റീച്ചസ് എ വെലോസിറ്റി ഓഫ് 50 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 5 സെക്കൻഡ്. ഓക്കെ, സോ ഇവിടെ ഒരു കാർ മൂവ് ചെയ്യാണ്. സോ കാർ എങ്ങനെയാണ്? കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്, റെസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കാറിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്ര ആയിരിക്കും? കാർ വാസ് അറ്റ് റെസ്റ്റ്, ഇനിഷ്യലി കാർ അനങ്ങുന്നില്ലായിരുന്നു. സോ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് യു എന്ന് പറയുന്നത് എത്രയാണ്? സീറോ ആണ് അല്ലേ? 0 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ആഫ്റ്റർ സം ടൈം, ഒരു കാർ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാണ് തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് 50 മീറ്റർ പെർ സെക്കൻഡ്. സോ 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഉള്ള ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് വി 50 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ആണല്ലോ. ആൻഡ് എത്ര ടൈമിലാണ് ഈ 50 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലോട്ട് എത്തിയത്? ഇവിടെ എടുത്ത ടൈം ടേക്കൺ എന്ന് പറയുന്നത് എത്രയാണ്? ടൈം ടേക്കൺ ടി എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ് അല്ലേ? 5 സെക്കൻഡ്. സോ അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? ആക്സിലറേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത്? ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് വി മൈനസ് യു ബൈ ടി ആണല്ലോ അല്ലേ? സോ എത്ര ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയേ? വെരി ഗുഡ്, എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തു. 10 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ആക്സിലറേഷന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ആക്സിലറേഷൻ വി മൈനസ് യു ബൈ ടി. സോ ഫൈനൽ വെലോസിറ്റി 50 മൈനസ് യു എന്ന് പറയുന്നത് എത്ര? ഇനിഷ്യൽ വെലോസിറ്റി വാസ് 0 ഡിവൈഡഡ് ബൈ ടൈം ഈസ് 5 സെക്കൻഡ്. സോ ഇറ്റ് ഈസ് 10. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് അല്ല, ഇറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷനും വെലോസിറ്റിക്കും സെയിം യൂണിറ്റ് അല്ല, ഒരിക്കലും കൺഫ്യൂസ് ആവരുത്. വെലോസിറ്റിന്റെ യൂണിറ്റ് ആണ് എന്ത്? വെലോസിറ്റിന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. പക്ഷെ അതേസമയം ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു വെലോസിറ്റീസ് യൂണിറ്റ്. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.
സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ ഇപ്പം ഞാൻ 10 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഇപ്പോൾ യൂണിറ്റ് ഞാൻ തെറ്റിച്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് പകരം മീറ്റർ പെർ സെക്കൻഡ് ആണ് എഴുതുന്നതെങ്കിൽ ആൻസർ കംപ്ലീറ്റ് തെറ്റിപ്പോയി. കാരണം 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റിയാണ്. പക്ഷെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആക്സിലറേഷനാണ്. സോ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഈ സോ അനസ് ആസ് എ ഡൗട്ട് ഐ ഗസ്. നമുക്ക് ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാം. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ആക്സിലറേഷൻ അഗെയിൻ. എ ബസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ് came to a stop in 10 seconds. What is the acceleration of the bus? ഇവിടുത്തെ നേരത്തെ പറഞ്ഞ സിനാരിയോയിൽ നമ്മുടെ കാർ വാസ് അറ്റ് റെസ്റ്റ്. ഇനിഷ്യലി അത് റെസ്റ്റിലായിരുന്നു. ഇവിടെ ബസ് ഓൾറെഡി എന്താണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബസ്സിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? കാരണം ഇവിടെ ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബസ്സിന്റെ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മേ ബി ഒരു ബസ് സ്റ്റോപ്പ് എത്തി. ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ ഒബിയസ്ലി സ്റ്റോപ്പ് ചെയ്യണമല്ലോ. സോ ദ ബസ് കെയിം ടു എ സ്റ്റോപ്പ് ഇൻ 10 സെക്കൻഡ്. 10 സെക്കൻഡിൽ ബസ് കെയിം ടു എ സ്റ്റോപ്പ്. സോ ഫൈനൽ വെലോസിറ്റി, അതായത് കെയിം ടു എ സ്റ്റോപ്പ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? ഫൈനൽ വെലോസിറ്റി വിൽ ബി 0 കാരണം ബസ് കെയിം ടു എ സ്റ്റോപ്പ്. ആൻഡ് എത്ര ടൈം എടുത്തു? ടൈം ടേക്കൺ ഇവിടെ എത്ര? ടൈം ടേക്കൺ ഈസ് ടി. എത്ര ടൈം എടുത്തേ? 10 സെക്കൻഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബസ് ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, ബ്രേക്ക് പിടിച്ച് സ്റ്റോപ്പ് ആയത് 10 സെക്കൻഡിലാണ്. സോ ഇവിടെ ആക്സിലറേഷൻ എത്ര ആയിരിക്കും? കാൽക്കുലേറ്റ് ചെയ്തേ. എളുപ്പമല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി വി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി യു ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. സോ വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എത്ര? വി എത്ര ഇവിടെ? 0 ആണല്ലേ? v0 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി u എത്ര? 40 ആണ്. 40 ഡിവൈഡഡ് ബൈ ടൈം എത്ര? 10 ആണ്. സോ ഇവിടെ കിട്ടുന്ന ആക്സിലറേഷന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഇവിടെ കിട്ടിയ ആക്സിലറേഷൻ എത്ര? ദിസ് ഈസ് -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ ഈ നെഗറ്റീവ് സൈൻ ഉദ്ദേശിക്കുന്നത് എന്താ? -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ല, ഇറ്റ് ഈസ് -4 ആണ്. ഓക്കെ, 40/10 ആണ് നമുക്ക് കിട്ടുന്നത്. -40 ഡിവൈഡഡ് ബൈ 10 ആണ് നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് ആക്സിലറേഷൻ ഇവിടെ കിട്ടിയേക്കുന്നത് -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ ഈ മൈനസ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ദിസ് ഈസ് കോൾഡ്, ഇത് റിട്ടാർഡേഷൻ ആണ്. ദിസ് ഈസ് നോട്ട് ആക്സിലറേഷൻ. ഇത് ആക്സിലറേഷന്റെ ഓപ്പോസിറ്റ് ആണ്, കോൾഡ് ആസ് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്പീഡ് കൂടുകയാണ്. വെലോസിറ്റി കൂടുന്നതിനാണ് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ ഇവിടെ സംഭവിച്ചെന്താ? ബസ് ഓൾറെഡി ഒരു സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പീഡ് കുറഞ്ഞു വന്ന് ലാസ്റ്റ് എന്താണ്? 0 മീറ്റർ പെർ സെക്കൻഡ്, അതായത് റെസ്റ്റിലായി. സോ അതിനർത്ഥം എന്താ? നമ്മൾ മേ ബി ഇപ്പോൾ നമ്മൾ സിഗ്നലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സ്പീഡിൽ വന്നുകൊണ്ടിരുന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്ലോ ആക്കുമല്ലോ. സോ അവിടെയും ആക്സിലറേഷൻ സംഭവിക്കുന്നുണ്ട്. ഓർ നെഗറ്റീവ് ആക്സിലറേഷൻ, അതായത് സ്പീഡ് കുറഞ്ഞു വരുന്നു, ഓർ വെലോസിറ്റി കുറഞ്ഞു വരുന്നു, വിച്ച് ഈസ് നോൺ ആസ് റിട്ടാർഡേഷൻ. സോ ഇവിടെ ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് ആക്സിലറേഷൻ. ഓക്കെ, സോ അത് ആക്സിലറേഷനും റിട്ടാർഡേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കേസിലാണ്? സ്പീഡ് ഓർ വെലോസിറ്റി കുറയുന്ന കേസ് വരുമ്പോഴാണ് എന്ത് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. വേറെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ബോഡി സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്. സോ നമുക്ക് ഈ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആക്സിലറേഷൻ എടുത്താൽ മെയിൻ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ. സോ അവിടെ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും എപ്പോഴും തന്നിട്ടുണ്ടാവില്ല. സോ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധിച്ച് വായിക്കണം. ഇപ്പോൾ ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ ഓൾവേസ് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി 0യും ബോഡി കെയിം ടു റെസ്റ്റ് ആണെങ്കിൽ, അതായത് മൂവിംഗ് ബോഡി കെയിം ടു റെസ്റ്റ് ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും 0 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഇത്ര നേരം എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? വി ഹാവ് ഡിസ്കസ് എന്താണ്, നമ്മൾ ആദ്യം മോഷനും റെഫറൻസ് ഒബ്ജക്റ്റ് അല്ലെ റെഫറൻസ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മോഷൻ എന്താന്നുള്ള ഡിസ്കസ് ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഡിസ്കസ് ചെയ്തു അല്ലേ? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു.
അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് എന്ന് പറയുന്നതിന് 2 കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ആക്ച്വലി. സോ അഭിനവ് കൃഷ്ണ, യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. എന്താ ഡൗട്ട് അഭിനവ്? ഓക്കെ, അനസ് ആദ്യത്തെ ഏറ്റവും ഫസ്റ്റത്തെ ഒന്ന് പറഞ്ഞു. ലൈക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ അനസ്? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമെന്ന് അനസ് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അഭിനവ്, ജോഷ്വ, എല്ലാവർക്കും അഭിനവ് യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. എന്താണ് ഡൗട്ട് എന്നുള്ളത് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ആൻഡ് ഓൾസോ ജോഷ്വ, അനാമിക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഈസി, വളരെ ചോദിച്ചോ ജോഷ്വ. യെസ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞുതരാമോ? യെസ് ഓഫ് കോഴ്സ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതായത് നമുക്ക് റോഹൻ ഈസ് വാക്കിംഗ് ടു സ്കൂൾ. സോ ഇനിഷ്യലി റോഹൻ എന്താണ്, ഒരു 80 മീറ്റർ ട്രാവൽ ചെയ്തു ടുവേർഡ്സ് ഈസ്റ്റ്. 80 മീറ്റർ ട്രാവൽ ചെയ്തു. ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിലാണ് റോഹന്റെ ഹോം എന്ന് വിചാരിക്കുക. സോ ഹി ട്രാവൽഡ് 80 മീറ്റർ ആൻഡ് ദെൻ ഹി ടേൺ റൈറ്റ് ആൻഡ് വാക്ക്ഡ് 50 മീറ്റർ. സോ നമ്മൾ ആദ്യം 80 മീറ്റർ ട്രാവൽ ചെയ്തു ആൻഡ് ദെൻ റൈറ്റ് തിരിഞ്ഞിട്ട് എന്താണ്, നമ്മൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ, നേരെ പോയിട്ട് വലത്തോട്ട് ഇരിയാന്നൊക്കെ. സോ അതേപോലെ റൈറ്റ് തിരിഞ്ഞു ആൻഡ് ഹി ട്രാവൽഡ് എത്ര ദൂരം? 50 മീറ്റർ ട്രാവൽ ചെയ്തു. സോ 50 മീറ്റർ ട്രാവൽ ചെയ്തപ്പോഴാണ് സ്കൂൾ എത്തിയത്. ബി എന്ന് പറയുന്ന പോയിന്റിലാണ് സ്കൂൾ എന്ന് വിചാരിക്കുക. സോ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? അതായത് വീടും സ്കൂളും തമ്മിലുള്ള ദൂരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ വീടും സ്കൂളും തമ്മിലുള്ള ദൂരം എത്ര? ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അതായത് ആദ്യം 80 മീറ്റർ ട്രാവൽ ചെയ്തു, ദെൻ 50 മീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 80 + 50, അതിന്റെ സം ആയിരിക്കും അല്ലേ? ആ ദൂരങ്ങളുടെ സമ്മാണ് എന്ത്? മൊത്തം ദൂരം. സോ അങ്ങനെയാണ് അതെന്ത്? 130 മീറ്റർ. അതായത് അനസിന്റെ സ്കൂളും അനസിന്റെ വീടും തമ്മിൽ 130 മീറ്റർ ആണ് പ്രോപ്പർ ദൂരമുള്ളത്. ഓക്കെ, മനസ്സിലായോ? സോറി, റോഹന്റെ വീടും റോഹന്റെ സ്കൂളും തമ്മിലുള്ള ദൂരം 130 മീറ്റർ ആണ്. മനസ്സിലായോ അനസ്? ഓക്കെ, യാ, ഫൈൻ. സോ ജോഷ്വ വേർ ആസ്കിങ് അബൌട്ട് സ്പീഡ് ആൻഡ് വെലോസിറ്റി. സോ സ്പീഡും വെലോസിറ്റി എന്താ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. വേറെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഒരു മിനിറ്റ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ദൂരം, എത്ര ദൂരം കവർ ചെയ്തു എന്നുള്ളതാണ്. ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോഴോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഒരു 2 പോയിന്റ്, അതായത് തുടങ്ങിയ പോയിന്റും ഇനിഷ്യൽ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് എന്ത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ സ്പീഡ് ആൻഡ് വെലോസിറ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, എത്ര ദൂരം ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നാണ്. സോ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് എന്ത്? ഡിസ്റ്റൻസ്. സ്പീഡ് ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ. വെറാസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ വെലോസിറ്റി ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. അതായത് ഓരോ സെക്കൻഡിൽ, യൂണിറ്റ് ടൈം എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ആവാം, ഒരു മിനിറ്റ് ആവാം, ഒരു മണിക്കൂർ ആവാം. സോ ഓരോ യൂണിറ്റ് ടൈമിലും എത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു എന്നുള്ളതാണ് എന്ത്? വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വെലോസിറ്റിക്ക് എപ്പോഴും ഡയറക്ഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ബോഡി എ ടു ബി മൂവ് ചെയ്യാണ്. ഓക്കെ, എ ടു ബി മൂവ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ബോഡി ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വേറൊരു ഡയറക്ഷനിലോട്ട് പോയാൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റിൽ ചേഞ്ച് വരും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും 2 പോയിന്റ് തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. സോ ഡിസ്പ്ലേസ്മെന്റ് മാറും. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ വെലോസിറ്റി മാറിയെന്ന് നമ്മൾ പറയും. പക്ഷെ സ്പീഡ് ചിലപ്പോൾ എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു, അതിനെ എത്ര സമയം കൊണ്ടാണ് ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് കിട്ടുന്നത്. ഓക്കെ. അശ്വിൻ ഹാസ് റേസ്ഡ് ഹാൻഡ്. അനാമിക, അശ്വിൻ, യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. എന്താ ഡൗട്ട് എന്നുള്ളത് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഓർ നിങ്ങൾക്ക് ഇടാം ഡൗട്ട് എന്താന്നുള്ളത്. ജസ്റ്റ് ചാറ്റ് ബോക്സ്. എന്താണ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് പെർ യൂണിറ്റ് ടൈം. അതായത് നമ്മൾ ഒരു ബോഡി
ട്രാവൽ ചെയ്യാണ്, ഒരു ബോഡി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു ബോഡി ഓരോ സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു എന്നുള്ളതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതേസമയം സ്പീഡ് ആവുമ്പോൾ എത്ര ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ. മെയിൻലി വെലോസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അതിന്റെ ഡയറക്ഷനും കൂടി സ്പെസിഫൈ ചെയ്യും. ഓക്കെ, ഡയറക്ഷൻ, അതായത് 5 മീറ്റർ പെർ സെക്കൻഡ് ടു ദ നോർത്ത് ഡയറക്ഷൻ ഓർ ടു ദ സൗത്ത് ഡയറക്ഷൻ. നമ്മൾ ഡയറക്ഷനും കൂടി സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് അത് വെലോസിറ്റി ആവുന്നത്. സ്പീഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ പറയും ഇപ്പൊ ഒരു ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ ബസ് 50 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് പൊക്കോണ്ടിരുന്നതെന്ന് പറയും. പക്ഷെ വെലോസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ 50 മീറ്റർ പെർ സെക്കൻഡ് ടു ഏത് ഡയറക്ഷൻ, മേ ബി നോർത്തിലോട്ടാവാം. സോ ഡയറക്ഷനും കൂടെ സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് എന്ത് വെലോസിറ്റി ആവുന്നത്. ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാനുള്ള കാരണം എന്താ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ടൈം ആണ്. സോ ഡിസ്പ്ലേസ്മെന്റിന് എപ്പോഴും ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് സ്കെയിലർ ആൻഡ് വെക്ടർ. സ്കെയിലർ ആൻഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ സ്കെയിലർ ആൻഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ചില ക്വാണ്ടിറ്റീസ് നമുക്ക് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ്, അതായത് അതിന്റെ അളവ് വെച്ച് മാത്രം പറയാൻ പറ്റും. ചില ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷനും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടി വരും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ആദ്യത്തെ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചല്ലോ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത്. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് എത്ര ദൂരം കവർ ചെയ്തു, ഒരു ബോഡി എത്ര ദൂരം കവർ ചെയ്തു എന്നുള്ളതാണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കുകയാണ്. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, സോ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഇത്രയും ദൂരം, ടോട്ടൽ എത്ര ദൂരം കവർ ചെയ്തു എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അതാണ് ഡിസ്റ്റൻസ്. അതുകൊണ്ടാണ് അതിന് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. കാരണം അതിന് മാഗ്നിറ്റ്യൂഡ്, അതായത് ഈ ദൂരത്തിന്റെ അളവ് മാത്രം നമുക്ക് സ്പെസിഫൈ ചെയ്താൽ മതി. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഇതൊരു 5 മീറ്ററും ഇതൊരു 10 മീറ്റർ ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് 15 മീറ്റർ ആണെന്ന് പറഞ്ഞാൽ മതി. ഏത് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്തതെന്ന് സ്പെസിഫൈ ചെയ്യണ്ട. സോ അങ്ങനത്തെ ക്വാണ്ടിറ്റീസിന് നമ്മൾ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയും. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആവുന്നതിന്റെ റീസൺ, ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഏതായിരിക്കും? ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈ ഒരു ഡയറക്ഷൻ അല്ലേ, ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. പക്ഷെ ഇത് നമ്മൾ പറയുമ്പോൾ ശരിക്കും നമ്മൾ അതിന്റെ ഡയറക്ഷനും പറയണം. അതായത് ഇത്ര ഡിഗ്രി മാറിയിട്ടാണ് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇപ്പൊ നമ്മൾ നോർമലി സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് നടന്നു വരാമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ മെയിൻ റോഡിൽ കൂടെ നടന്നു വരാം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ചില ദിവസങ്ങളിൽ നമ്മൾ ഷോർട്ട് കട്ട് എടുക്കൂലേ. സോ ഷോർട്ട് കട്ട് എടുക്കുമ്പോൾ നമ്മൾ വഴി പറയണം. ലൈക്ക് ആദ്യം നേരെ പോകണം, എന്നിട്ട് നമ്മളൊരു ഇടവഴിയിലോട്ട് കട്ട് ചെയ്യണം. സോ അവിടെയൊക്കെ നമ്മൾ എന്താണ്, നമ്മൾ ആ ഡയറക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡ്, ഇതാണ് സ്കൂളും വീടും എങ്കിൽ ഇത് നമ്മുടെ ഹോമും നമ്മുടെ സ്കൂളും ആണെങ്കിൽ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഡയറക്ഷൻ പറയണ്ട, കാരണം നമുക്ക് അറിയാം ഒറ്റ വഴിയേ ഉള്ളൂ. സോ ആ ഒറ്റ വഴി കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് സ്കൂൾ എത്താം. സോ ഇതിനെ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയും. അത് സ്കെയിലർ ക്വാണ്ടിറ്റി, അവിടെ നമ്മൾ ഡയറക്ഷൻ ഒന്നും സൂചിക്കണ്ട. പക്ഷെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് എടുക്കണം. അപ്പൊ ഷോർട്ട് കട്ട് എടുക്കുമ്പോൾ ആക്ച്വലി നമുക്ക് എന്താ, നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ, ആദ്യം ചെന്നിട്ട് ഫസ്റ്റ് കട്ട് എടുക്കണം, ദെൻ അഗെയിൻ നമ്മൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പോകണം. സോ ഇവിടെ നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ ആ ഡയറക്ഷനും കൂടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇതിനെയാണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ക്വാണ്ടിറ്റിനെയാണ്, അതായത് ഡയറക്ഷനും മെൻഷൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, വേറെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലോ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അവിടെ നമുക്ക് ഡയറക്ഷന്റെ ആവശ്യമില്ല, ജസ്റ്റ് ആ ദൂരം എത്രയാണോ ആ മാഗ്നിറ്റ്യൂഡ്, ആ നമ്പർ മാത്രം മതി ആ ഡിസ്റ്റൻസ് അറിയാം. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് അറിയണമെങ്കിൽ ഷോർട്ട് കട്ട് ഏത് വഴിയാണെന്നുള്ളത് അറിയണം. അപ്പൊ ആ ഡയറക്ഷൻ നമുക്ക് അറിഞ്ഞാലേ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും, മീൻസ് ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് അതിനെ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ ആസിയ? യാ, വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എനിവൺ? അനാമിക, യു റൈസ്ഡ് യുവർ ഹാൻഡ്. അശ്വിൻ, അനാമിക. സോ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഷാൽ വി വൈൻഡ് അപ്പ്? ഓക്കെ ആണോ? ഓക്കെ, യാ, ഫൈൻ. ഓക്കെ ദെൻ. സോ നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്, യാ, ഓക്കെ. സോ
നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മൺഡേ ആണുള്ളത്. സോ മൺഡേ നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. സോ വിൽ സീ ഓൺ മൺഡേ. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് ആക്ച്വലി മെഷർമെന്റ് ആൻഡ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ആൻഡ് ഓൾസോ നമ്മൾ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. സോ ഈ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ആൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേ വിൽ ബി ദ ലാസ്റ്റ് റിവിഷൻ ക്ലാസ്. സോ ആ ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കഴിഞ്ഞു പോയ രണ്ട് ചാപ്റ്റേഴ്സിലെ പ്രോബ്ലംസ് ഏതെങ്കിലും ഡൗട്ട് ഉണ്ട്, ഈവൻ സ്കൂളിൽ നിന്ന് കിട്ടുന്ന പ്രോബ്ലംസിനും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ബൈ എവരി വൺ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു സർ. ബൈ. ബൈ അശ്വിൻ.